ഹലോ നമസ്കാരം, രഞ്ജിത്ത്. ഒരു ഓൺട്രപ്രണർ എന്ന രീതിയിൽ, പ്രത്യേകിച്ചും ഓൺട്രപ്രണർഷിപ്പിലേക്ക് കാലുകുത്തുന്ന ആളുകൾ തീർച്ചയായിട്ടും വശത്താക്കിയിരിക്കേണ്ട 4 പ്രധാനപ്പെട്ട സ്കില്ലുകളുണ്ട്. ആ 4 പ്രധാനപ്പെട്ട സ്കില്ലുകളെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. പ്രത്യേകിച്ചും ബിസിനസ്സിലേക്ക് കാലുകുത്തുന്ന ആളുകൾക്ക് ഇത് വളരെ പ്രയോജനം ചെയ്യുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഏറ്റവും ആദ്യത്തെ സ്കില്ലെന്ന് പറഞ്ഞാൽ ഓപ്പർച്യൂണിറ്റികൾ മനസ്സിലാക്കുകയും പ്രോബ്ലംസ് മനസ്സിലാക്കുകയും ആ പ്രോബ്ലംസിന് സൊല്യൂഷൻ കണ്ടെത്താൻ സാധിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. നമ്മുടെ ചുറ്റുപാടുകളും എപ്പോഴും നോക്കിക്കൊണ്ടിരിക്കുക. ആ ചുറ്റുപാടുകൾ നോക്കുമ്പോൾ അവിടെ നിന്നുള്ള പ്രശ്നങ്ങൾ മനസ്സിലാക്കാനുള്ള ഒരു ഉണ്ടാവുക. ആ പ്രശ്നങ്ങൾ മനസ്സിലാക്കിയതുകൊണ്ട് മാത്രം കാര്യമില്ല. ആ പ്രശ്നങ്ങൾക്ക് ഒരു സൊല്യൂഷൻ കണ്ടുപിടിക്കുന്നതിന് വേണ്ടി, ഒരു ഉത്തരം കണ്ടുപിടിക്കുന്നതിന് വേണ്ടി ഏതറ്റം വരെയും പോകാൻ തയ്യാറാവുക. ഇത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. സാധാരണ ആളുകളൊന്നും ചെയ്യാറില്ല എന്നുള്ളത് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. 1% താഴെ ആളുകളാണ് ഇത്തരത്തിൽ നമ്മൾ യാത്ര ചെയ്യുമ്പോഴും നമ്മൾ വീട്ടിലിരിക്കുമ്പോഴും ഒക്കെ ചുറ്റുപാടുമുള്ള കാര്യങ്ങൾ ഒബ്സർവ് ചെയ്യുകയും എന്തുകൊണ്ടാണ് ഇത് എഫിഷ്യൻ്റായി നടക്കാത്തത് എന്ന് ചിന്തിക്കുകയും ആ എഫിഷ്യൻസി ഇല്ലായ്മയ്ക്ക് ഒരു ഉത്തരം അല്ലെങ്കിൽ ഒരു സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ ശ്രമിക്കുകയും ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ ഓപ്പർച്യൂണിറ്റി ഹണ്ടേഴ്സ് എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിലുള്ള ആളുകളായിട്ട് മാറേണ്ടതുണ്ട് ഓൺട്രപ്രണേഴ്സ്. അങ്ങനെയാണെങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് വലിയൊരു ഓൺട്രപ്രണറായിട്ട് ഭാവിയിൽ മാറാൻ കഴിയുക. അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുക, പ്രോബ്ലംസ് കണ്ടെത്തുക. ഓപ്പർച്യൂണിറ്റീസ് തന്നെയാണ്, ഈ പ്രോബ്ലംസ് ആണ് ഓപ്പർച്യൂണിറ്റീസ് ആയിട്ട് മാറുന്നത്. അപ്പോൾ അതുകൊണ്ട് ഓപ്പർച്യൂണിറ്റി അല്ലെങ്കിൽ പ്രോബ്ലം മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിനുള്ള ഉത്തരം കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്ന, അതിനുള്ള കഴിവ് ഉണ്ടാക്കിയെടുക്കുക. രണ്ടാമത്തെ പോയിന്റ് തീർച്ചയായിട്ടും പ്ലാനിങ്ങിനുള്ള കഴിവാണ്. ഈ ഓൺട്രപ്രണേഴ്സ് പലരും, വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള പല ഓൺട്രപ്രണേഴ്സിനെയും ശ്രദ്ധിച്ചാൽ അറിയാം, അവർ മനസ്സിൽ കണക്ക് കൂട്ടുന്ന ആളുകളാണ്. മനസ്സിൽ തന്നെ എല്ലാ കണക്കുകൂട്ടലുകളും നടത്തിയിട്ടുണ്ടാവും. അങ്ങനെ മനസ്സിൽ കണക്കുകൂട്ടലുകൾ നടത്തി ഏകദേശം ഒരു 2 വർഷം കഴിയുമ്പോൾ ഞാൻ എത്ര പ്രോഫിറ്റ് ഉണ്ടാക്കും അല്ലെങ്കിൽ ഞാൻ എത്ര അസറ്റ് ഉണ്ടാക്കും എന്നുള്ളതടക്കം കൃത്യമായി ഗണിക്കാൻ പറ്റുന്ന ആളുകളാണ് പഴയ കാലത്തുള്ള വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള മിക്ക ഓൺട്രപ്രണേഴ്സും. ഇന്നത്തെ കാലത്ത് അത്തരത്തിലും മനക്കണക്ക് കൂട്ടുന്ന ആളുകളെയൊക്കെ നമുക്ക് കാണാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കിയെടുക്കുക, ഇത്തരത്തിൽ ഈ മനക്കണക്ക് എന്ന് പറയുന്നത് ഒരു കൈൻഡ് ഓഫ് പ്ലാനിങ് ആണ്. അപ്പോൾ പ്ലാനിങ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട, പ്ലാനിങ്ങും ഫോർകാസ്റ്റിങ്ങും വളരെ പ്രധാനമായിട്ട് ഒരു ഓൺട്രപ്രണർ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യമാണ്. അപ്പോൾ ഏറ്റവും ആദ്യം നമുക്കൊരു പ്രോബ്ലമൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റി, നമുക്ക് അതിനുള്ളൊരു സൊല്യൂഷൻ കണ്ടെത്താൻ പറ്റി. അങ്ങനെ ആ ഒരു സൊല്യൂഷനെ ഒരു പ്ലാൻ ആക്കി മാറ്റാൻ സാധിക്കണം. ആ ഒരു പ്ലാൻ ഉപയോഗിച്ചുകൊണ്ട് അടുത്ത 2 വർഷം അല്ലെങ്കിൽ 5 വർഷം കൊണ്ട് ഞാൻ എവിടെ എത്തും എന്നുള്ള ഒരു കാൽക്കുലേഷൻ ഉണ്ടാക്കാൻ സാധിക്കുന്ന ആളായിരിക്കും നല്ല ഓൺട്രപ്രണർ. അപ്പോൾ അതുകൊണ്ട് പ്ലാനിങ്ങിൽ നല്ല സ്കില്ലുള്ള ആളുകൾ നല്ല ഓൺട്രപ്രണറായി മാറാൻ സാധ്യതയുണ്ട്. അടുത്തത് മാർക്കറ്റിംഗ് ആൻഡ് സെയിൽസ് ആണ്. മിക്കവാറും എല്ലാ ഓൺട്രപ്രണേഴ്സും മാർക്കറ്റിംഗ് ആൻഡ് സെയിൽസിൽ നന്നായിരിക്കും. കാരണം നമ്മുടെ കയ്യിലൊരു സാധനമുണ്ട്, അല്ലെങ്കിൽ ഒരു സർവീസ് ഉണ്ട്, ഒരു പ്രൊഡക്റ്റ് ഉണ്ട്, സൂപ്പർ പ്രൊഡക്റ്റാണ്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ആർക്കും അറിയില്ല നമ്മുടെ കയ്യിൽ ഈ സാധനം ഉണ്ടെന്ന്, അല്ലെങ്കിൽ ഇത് നല്ലതാണെന്ന് ആർക്കും അറിയില്ല. എങ്ങനെയായിരിക്കും അറിയിക്കുന്നത്? നല്ല രീതിയിലുള്ള മാർക്കറ്റിങ്ങിലൂടെ, നല്ലൊരു സെയിൽസ് മെക്കാനിസം ഉണ്ടാക്കുന്നതിലൂടെ, നല്ല രീതിയിൽ മാർക്കറ്റിംഗ് മെസ്സേജുകൾ ഡിസൈൻ ചെയ്യുന്നതിലൂടെ, നമ്മൾ നേരിട്ട് പോയി ഒരാളുടെ അടുത്ത് പറയുന്നതിലൂടെ ഒക്കെ അല്ലേ. അതായത് ചുരുക്കി പറഞ്ഞാൽ നമ്മളുടെ കയ്യിൽ ഇങ്ങനൊരു സാധനം ഉണ്ട് എന്നുള്ളത് നാട്ടുകാരെ മൊത്തം അറിയിച്ചാലേ ഇത് വിറ്റുപോകാൻ സാധ്യതയുള്ളൂ. അപ്പോൾ ഇത് എങ്ങനെയൊക്കെ മാർക്കറ്റിങ്ങിലൂടെ കൊണ്ടുവരാം, എങ്ങനെയൊക്കെ ആളുകളിലേക്ക് എത്തിക്കാം, എങ്ങനെ ആളുകളെ കൊണ്ട് ഇത് മേടിപ്പിക്കാം എന്നുള്ള കൃത്യമായ ധാരണ ഉണ്ടാക്കാൻ നമുക്ക് കഴിയണം. മാർക്കറ്റിങ്ങിലും സെയിൽസിലും നല്ല സ്കില്ലുള്ള ഒരാൾക്കേ അത് സാധ്യമാവുകയുള്ളൂ. അപ്പോൾ ഒരു ഓൺട്രപ്രണർ എന്നുള്ള രീതിയിൽ ആദ്യമായി ബിസിനസ്സിലേക്ക് ഇറങ്ങുമ്പോൾ ഒരുപക്ഷെ നിങ്ങളെ സഹായിക്കാൻ അതിൽ കാര്യമായി ആരും ഉണ്ടായെന്ന് വരില്ല. അതുകൊണ്ട് മാർക്കറ്റിംഗ് ആൻഡ് സെയിൽസ് സ്കില്ലുകൾ സ്വായത്തമാക്കിയിരിക്കണം, ഒരു സംശയം വേണ്ട. അടുത്തത് ബേസിക് ആയിട്ടുള്ള ഫൈനാൻഷ്യൽ മാനേജ്മെൻ്റ് ആണ്. ഈ ഫൈനാൻഷ്യൽ മാനേജ്മെൻറ്റ് ഇല്ലെങ്കിൽ പലപ്പോഴും ബിസിനസ് എന്നല്ല, നമ്മുടെ ജീവിതത്തിലാണെങ്കിൽ പോലും നമുക്ക് നിലനിൽക്കാൻ സാധിക്കില്ല. മിക്കവാറും എല്ലാ ബിസിനസ്സുകളും പൂട്ടിക്കെട്ടുന്നതും പ്രോപ്പറായിട്ടുള്ള ക്യാഷ് ഫ്ലോ മാനേജ്മെൻറ്റ് ഇല്ലാത്തതുകൊണ്ടാണ്. വരുന്നതിനേക്കാൾ കൂടുതൽ പൈസ പുറത്തേക്ക് പോകുന്നതുകൊണ്ടാണ്. അപ്പോൾ ഈ ക്യാഷ് ഫ്ലോ കൃത്യമായി മാനേജ് ചെയ്യാൻ അറിയുകയും നമ്മുടെ ഫൈനാൻസസ് കറക്റ്റായിട്ട് നമ്മൾ കൺട്രോൾ ചെയ്യുകയും ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു വെൽത്തി പേഴ്സൺ ആവാൻ പറ്റും. നിങ്ങൾക്കൊരു പ്രോഫിറ്റബിൾ ആയിട്ടുള്ളൊരു ഓർഗനൈസേഷൻ ബിൽഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഫൈനാൻഷ്യൽസിൻ്റെ, അക്കൗണ്ടിങ്ങിൻ്റെ ഒക്കെ ബേസിക്സ് അറിഞ്ഞിരിക്കുന്നതും വളരെ പ്രധാനമാണ്. അപ്പോൾ ഈ 4 കാര്യങ്ങൾ തന്നെയാണ്. അതായത് ഒരു ഓപ്പർച്യൂണിറ്റി ഹണ്ടർ ആവുക, മറ്റൊന്ന് കൃത്യമായിട്ടുള്ള പ്ലാനിങ് നടത്താനുള്ള കഴിവുണ്ടാവുക, സെയിൽസ് ആൻഡ് മാർക്കറ്റിങ്ങിൽ ഒരു എക്സ്പെർട്ട് ആവുക, അതുപോലെ തന്നെ ഫൈനാൻഷ്യൽ മാനേജ്മെൻറ്റിൽ ഒരു എക്സ്പെർട്ടായി മാറുക. ഇത്രയും കാര്യങ്ങളുണ്ടെങ്കിൽ ആക്ച്വലി നിങ്ങൾക്ക് ഓൺട്രപ്രണർഷിപ്പിലേക്ക് കാലുകുത്താം. പിന്നെയും ഒരുപാട് കാര്യങ്ങൾ പഠിച്ചെടുക്കാനുണ്ട്. ടീം മാനേജ്മെൻറ്റ്, ലീഡർഷിപ്പ് പോലുള്ള കാര്യങ്ങളുണ്ട്. എങ്കിൽ പോലും ഈ 4 പില്ലറുകൾ വശത്താക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. ഇതിനു വേണ്ടി മാത്രമായിട്ട് ഞങ്ങൾക്കൊരു വളരെ ബേസിക് ആയിട്ടുള്ളൊരു ഓൺട്രപ്രണറിയൽ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം ഞങ്ങൾ നടത്തുന്നുണ്ട്. EDP എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം.
വളരെ ബേസിക് ആയിട്ടുള്ളൊരു പ്രോഗ്രാമാണ്. ബേസിക് സ്കിൽസ് നിങ്ങൾക്ക് തരുന്നതിന് വേണ്ടിയുള്ള വളരെ അഫോർഡബിൾ ആയിട്ടുള്ളൊരു പ്രോഗ്രാമാണ്. അപ്പോൾ നിങ്ങൾ ഓൺട്രപ്രണർഷിപ്പിലേക്ക് കാലെടുത്ത് വെച്ചിട്ടേ ഉള്ളുവെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ EDPയിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. EDPയിൽ ജോയിൻ ചെയ്യണമെന്ന് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കണക്ട് ചെയ്യാം. കാരണം ഞങ്ങൾ 4 ക്ലാസ്സുകളായിട്ടാണ് ഈ EDP നടത്തുന്നത്. 2 മണിക്കൂർ വീതമുള്ള സെഷൻസാണ്. അതായത് 8 അവേഴ്സിൻ്റെ പ്രോഗ്രാമാണ്. ഈ 8 അവേഴ്സിൻ്റെ പ്രോഗ്രാമിന് ടോട്ടൽ 4000 റുപ്പീസ് മാത്രമേ ചിലവ് വരുന്നുള്ളൂ. 4000 രൂപയ്ക്ക് നിങ്ങൾക്ക് ഓൺട്രപ്രണർഷിപ്പിൻ്റെ ഏറ്റവും ബേസിക് കാര്യങ്ങൾ മാത്രമാണ് EDPയിലൂടെ ഞങ്ങൾ ചർച്ച ചെയ്യുന്നത്. ഇതിൻ്റെ മുകളിലുള്ളൊരു കോഴ്സ് ഞങ്ങൾക്കുണ്ട്. അതിനെ യങ് CEO എന്നാണ് പറയുന്നത്. നിങ്ങൾക്ക് അടുത്ത ലെവലിൽ ലീഡർഷിപ്പ് അടക്കമുള്ള കാര്യങ്ങൾ പഠിക്കാൻ പറ്റുന്ന ഒരു കോഴ്സാണ് യങ് CEO. ഏകദേശം ഒരു 30,000 രൂപയോളം കോഴ്സ് ഫീ വരുന്ന ഒരു കുറച്ചുകൂടി ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു സെഷനാണ്. ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ തീർച്ചയായിട്ടും ബേസിക് ആയിട്ടുള്ളൊരു നോളജ് നിങ്ങൾക്ക് EDPയിലൂടെ നേടിയെടുക്കാം. ഓൾ ദ ബെസ്റ്റ്.